നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അബൻഡൻസിന് വേണ്ടിയിട്ടുള്ള 11 അഫർമേഷൻസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലയിലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ ഏറ്റവും ലളിതമായ പ്രക്രിയയാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. പല വീഡിയോസും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അഫർമേഷൻസ് മോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നമ്മൾ എപ്പോഴും നീണ്ടു നിൽക്കുന്ന ആവർത്തനങ്ങളിലൂടെ നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തുകയും നമ്മുടെ ചിന്താ മാതൃകയിൽ മാറ്റം വരുത്തുകയും ചെയ്യുകയാണ് അഫർമേഷൻ ചെയ്യുന്നത്. എന്താണ് അഫർമേഷൻ എന്നുള്ള ചോദ്യം പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു കേൾക്കാറുണ്ട്. അതിനെപ്പറ്റി വളരെ കൃത്യമായി എന്ന് പറയാം. അഫർമേഷൻ എന്ന് പറയുന്നത് പ്രോത്സാഹനജനകമായ വാക്കുകളോ ഉത്സാഹജനകമായ ആശയങ്ങളോ ആണ്. ഇത് നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് പറയുമ്പോൾ അത് നമ്മുടെ അവബോധത്തെയും അന്തചേതനയെയും സ്വാധീനിച്ച് ആ ഒരു പോസിറ്റീവ് മാറ്റത്തിനായി സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന, നമ്മൾക്ക് എന്താണോ ആയിത്തീരേണ്ട ആ ഒരു നമ്മുടെ ഉത്സാഹജനകമാക്കുന്ന വാക്കുകളെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ, ആശയത്തെ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് പറയുന്നതിലൂടെ അത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് മനസ്സിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നതാണ് അഫർമേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്. എങ്ങനെയാണ് ഈ അഫർമേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അഫർമേഷൻ എന്ന് പറയുന്നത് അതിന്റെ സങ്കല്പങ്ങൾ വഴി, അതായത് നമ്മൾ അതിനെ എടുക്കുന്ന രീതി അനുസരിച്ച് നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോൾ പാത്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും ഇത് സൈക്കോളജിക്കലായിട്ട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. നീണ്ടു നിൽക്കുന്ന ആവർത്തന ആത്മവിശ്വാസം ഉയർത്തുന്ന, ചിന്താ മാതൃകയിൽ മാറ്റം വരുത്തുന്ന വാക്കുകളുടെ ഒരു സംഘടന രൂപീകരിക്കുന്നതിലൂടെ അവിടെ കൃത്യമായ ന്യൂറോൺ പാത്തുകൾ രൂപപ്പെടുകയും അത് നമുക്ക് എപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു അപ്പോൾ ആ ന്യൂറോൺ പാത്തുകൾ അവിടെ കണക്ട് ചെയ്യപ്പെടുകയും അത് നമ്മളുടെ ചിന്താരീതിയിലേക്ക് പൂർണ്ണമായി വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സമൃദ്ധി എന്ന പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, സമൃദ്ധി എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യക്തമായ ഒരു സമൃദ്ധമായ ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള അവസരങ്ങളെ തിരിച്ചറിയാനും അവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൃദ്ധി ആണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമൃദ്ധി ആയതുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ രീതിയിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്നത്. ഇനി സമൃദ്ധിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പറയുന്നത്. 11 അഫർമേഷൻ ഞാൻ പറയുന്നത് സമൃദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ സമൃദ്ധി എന്ന് പറയുന്നത്? സമൃദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആണ്. അത് ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. അത് ധനമാവാം, മറ്റു എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സമൃദ്ധി എന്ന് പറയുന്നത്, ഒരു അബൻഡൻസ് എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് അവർ ഫീലിങ്സ് ആണ്. അപ്പോൾ ഇതിന് പരിമിതമായ ഒരു സംഭവമില്ല, അൺകണ്ടീഷണലാണ് ഈ സംഭവം. അപ്പോൾ സമൃദ്ധി വെറും ഒരു സാമ്പത്തിക സമ്പത്ത് എന്ന് മാത്രം ഒതുക്കാതെ കണ്ട് അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഇത് നമ്മുടെ ശാരീരികവും മാനസികവും ആരോഗ്യപരവും സമാധാനപരവും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരമാവും സന്തോഷവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംയുക്തമായ ഒരവസ്ഥയാണ് എന്നറിയുക. അത് ഓരോ കാര്യങ്ങളിലും നമ്മളത് പ്രകടിപ്പിക്കുമ്പോൾ, നമുക്കത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സമൃദ്ധിയുടെ മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇല്ലായ്മയുടെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ അത് സമൃദ്ധിയിലേക്ക് സമൃദ്ധിയിലേക്ക് മാറ്റപ്പെടുത്തിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നറിയണം. അപ്പൊ സമൃദ്ധിപരമായ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ആരോഗ്യാവസ്ഥ, സൃഷ്ടിപരമായ അവസരങ്ങൾ, ആത്മീയത എന്നിവയിലെല്ലാം സമൃദ്ധിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഒരു സമൃദ്ധിയിലേക്കുള്ള ഒരു 11 അഫർമേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്.
ഓരോ അഫർമേഷൻസും അത്ര കണ്ട് നിങ്ങൾക്ക് ഗുണകരമായി മാറും എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി അഫർമേഷനിലേക്ക് പോകാം. ഒന്നാമത്തത്, ഞാൻ എല്ലാ കാര്യങ്ങളിലും ശുഭങ്ങളായും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളിലും ശുഭങ്ങളായി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ പറയും, നിങ്ങളുടെ അതിൽ നടക്കുന്നത് നമ്മുടെ മനസ്സ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഞാൻ എല്ലാ കാര്യങ്ങളിലും ശുഭങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ അഫർമേഷൻ, സമൃദ്ധിയിലേക്കുള്ള എൻ്റെ വഴികൾ എളുപ്പമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സമൃദ്ധിയിലേക്കുള്ള എൻ്റെ വഴികൾ എളുപ്പമായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന മികച്ച സാധ്യതകളിലേക്ക് പോകുന്ന വഴി എളുപ്പമാണ് എന്നുള്ള ആത്മവിശ്വാസം നമ്മളിലേക്ക് ഉണ്ടാകുന്നു. മൂന്നാമത്തത് വെച്ചാൽ, എനിക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ആ ധനസമ്പത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ധനസമ്പത്ത് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ധനസമ്പത്ത് സന്തുലിതമായി ലഭിക്കാൻ വേണ്ട ആത്മവിശ്വാസം എന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് എല്ലാ ആവശ്യത്തിനും ധനസമ്പത്ത് ലഭിക്കുന്നു. നാലാമത്തത്, സമൃദ്ധി എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. സമൃദ്ധി എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. അപ്പോൾ ധനസമ്പത്ത് എന്ന് പറയുന്ന ഒരു അപൂർവമായ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിലെ നിശ്ചിത ഘടകമാണ് എന്നുള്ള ബോധം നമ്മൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ സമൃദ്ധി എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അഞ്ചാമത്തത്, എൻ്റെ ചുറ്റും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ചുറ്റും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞിരിക്കുന്നു. നമ്മളുടെ ധനസമ്പത്ത് ആത്മീയവും ആത്മസന്തോഷവും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള കൺഫർമിറ്റി നമ്മൾ അവിടെ കൊടുക്കുന്നു. നമ്മുടെ ധനസമ്പത്ത് ആത്മീയവും ആത്മസന്തോഷവും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ആറാമത്തത്, ഞാൻ എൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ സൃഷ്ടിപരതയുമായും ധനസമ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്നു എന്നാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. സമൃദ്ധി എനിക്കായി സ്വാഭാവികമായി ഒഴുകുന്നു എന്ന് പറയുമ്പോൾ, സമൃദ്ധി എനിക്കായി സ്വാഭാവികമായി ഒഴുകുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ എളുപ്പത്തിൽ ജീവിതത്തിലേക്ക് ഒഴുകുന്നുവെന്ന് ഫലപ്രദമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. എട്ടാമത്തത്, ഞാൻ എൻ്റെ സന്തോഷത്തോടൊപ്പം സമൃദ്ധിയും ആഘോഷിക്കുന്നു. ഞാൻ എൻ്റെ സന്തോഷത്തോടൊപ്പം സമൃദ്ധിയും ആഘോഷിക്കുന്നു. സന്തോഷം നമ്മുടെ ധനസമ്പത്തിനൊപ്പം നിലനിൽക്കുന്നതാണ് എന്നുള്ള കൺഫർമിറ്റി നമ്മൾ അവിടെ കൊടുക്കുന്നു. ഒമ്പതാമത്തത് എന്ന് പറയുന്നത്, എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതാണ്. എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ ലളിതമാണ്. നന്ദിയോടുകൂടി ആത്മമനസ്സ്, നമ്മുടെ മനസ്സിനെ നന്ദിക്ക് വേണ്ടി തുറന്നിടുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പത്താമത്തത്, ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. 11ാമത്തത്, സമൃദ്ധി എന്റേതാണ്, ഇന്ന് ഞാൻ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നു. സമൃദ്ധി എന്റേതാണ്, ഇന്ന് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ ഓർത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സമൃദ്ധി എന്റേതാണ്, ഇന്ന് ഞാൻ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സമൃദ്ധമായ ജീവിതം നമുക്ക് ഇതിലൂടെ സാധ്യമാകുന്നു. സമൃദ്ധിയെ എപ്പോഴും നമ്മൾ ദൃശ്യവൽക്കരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക തന്നെ വേണം എന്ന് മറക്കാതിരിക്കുക. ലളിതമാണ് നമുക്ക് സമൃദ്ധിയെ വിഷ്വലൈസ് ചെയ്യാൻ. കൃത്യമായ ലക്ഷ്യവും ആഗ്രഹവും ഉണ്ടാവുക. ഏതെങ്കിലും ദൃശ്യത്തെ നമ്മൾ സമൃദ്ധമായ ഒരു ദൃശ്യത്തെ മനസ്സിൽ എന്നും കൊണ്ടു നടക്കുക. ദിനം പ്രതി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിന് പറയുന്ന പേര്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ശ്രദ്ധിക്കുക, അതിൽ വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ ഫലപ്രദമാക്കാൻ ചിന്തയും പ്രവൃത്തിയും അത്യാവശ്യമാണ് എന്നുള്ളത് മറക്കാതെ അതിനു വേണ്ടി പ്രയത്നിക്കുക.
നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ജേണിയെ നമ്മളെപ്പോഴും പുൽകുക തന്നെ വേണം, യാത്രയെ സ്വീകരിച്ചു കൊണ്ടേ വേണം. പോസിറ്റീവായ അഫർമേഷന്റെ പ്രാധാന്യത്തെ വീണ്ടും വീണ്ടും നമ്മൾ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ, നമ്മൾക്ക് അനുയോജ്യമായ അഫർമേഷൻസുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, സമൃദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയെ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും അതിലേക്ക് പ്രചോദനപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായി ലളിതമായി ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അബൻഡൻസ് വന്ന് നിറയുക തന്നെ ചെയ്യും എന്ന് മറക്കാതിരിക്കുക. വീഡിയോ പൂർണ്ണമായും കേൾക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, ഒരു കമന്റ് താഴെ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞ അഫർമേഷൻസിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത്, അല്ലെങ്കിൽ മുഴുവനായിട്ടുമെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മടി കാണിക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി സമൃദ്ധമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്.